ഹലോ ഹലോ, ഞാൻ ജൂലിയ, ബാംഗ്ലൂരിന്നാ. ആ, ഞാൻ അനുവിന്റെ മുത്തശ്ശനാ. അനുപമ എവിടെ മുത്തശ്ശ? അനു അകത്തുണ്ട്, ഫോൺ കൊടുക്കാം. അനു. അനുപമയുടെ മാരേജ് ഫിക്സ് ചെയ്തോ? ആ ഞാൻ തീരുമാനിച്ചു. ആയുർവേദ ഡോക്ടർ വേണോ മൃഗ ഡോക്ടർ വേണോ എന്ന് അവള് തീരുമാനിക്കട്ടെ. അനു. എന്താ മുത്തശ്ശ? ബാംഗ്ലൂരിന്നാ. ഹലോ, ഹായ് ജൂലി, ഹൗ ആർ യു? ഹായ്, ഫൈൻ. എടി, നീ പോയ പിന്നെ ഇവിടെ ഒരു സുഖമില്ല. ഇത്തിരി ജാടയായിരുന്നാലും നിന്റെ വാചകടി കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. എന്തായിരുന്നു ആ ഡയലോഗ്? നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, ഫ്രം കൺട്രി ടു കൺട്രീസ്. ഇപ്പോ ഗ്രാമങ്ങളിൽ നിന്ന് കുഗ്രാമങ്ങളിലേക്ക്. യാത്ര ബസ്സിലോ കാളവണ്ടിയിലോ? ഏയ്, സ്റ്റോപ്പ് നോൺസെൻസ്. ആരുടെ ഫോണാ? എന്നെ കെട്ടാൻ പോകുന്ന ആളുടെ. അയ്യോ, അവിടെ എല്ലാരും കുട്ടിയുടെ തീരുമാനം അറിയാൻ കാത്തിരിക്കുക. എന്ത് തീരുമാനം? മുറച്ചെറുക്കന്മാരിൽ ആരെയാ കെട്ടാൻ പോണേന്ന്. ഞാൻ അവന്മാരെ ആരെയും കെട്ടാൻ പോകുന്നില്ല. ഞാൻ സ്നേഹിക്കുന്ന ആളെ കെട്ടും. ഞാൻ ഈ കേട്ടത് സത്യമാണോ മോളെ? മൗനം സമ്മതമാണെന്നാണ് ചൊല്ല്. എങ്കി പറ, നീ ഇഷ്ടപ്പെടുന്ന ആരെയാ? ചോദിച്ചു കേട്ടില്ലേ? ഭയപ്പെടാതെ തുറന്നു പറയൂ പെൺകുട്ടി, നമുക്ക് ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. ഇവിടെയുള്ള ഇഷ്ടത്തിൽ ഒന്നും നടക്കുകയില്ല. മോഹന ഇഷ്ടം ഒരുപാട് ആഗ്രഹിച്ചതാ. ആ ആഗ്രഹം മോഹനകൃഷ്ണന്റെ മനസ്സിലേ നടക്കൂ. എന്റെ മോനെ കെട്ടാൻ പോകുന്ന പൂരം നാട്ടിൽ മുഴുവൻ പാട്ടാ. പാട്ടും പാട് നടന്ന ചേട്ടനല്ലേ? എന്താണ് ബാലമേനം പാട്ട് പാടാനും തുടങ്ങിയോ? ഏതാണ് ആ രാഗം? രാഗമല്ല, ഇതൊരു തരം രോഗമാ. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോ വന്നാലേ നമ്മളെ കാര്യം നടക്കുള്ളൂ. ഞാനൊന്ന് തീരുമാനിച്ചു, 1000 രൂപ കേറ്റി തരാന്ന്. താടി കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണോ ബീഡി കത്തിക്കുന്ന ബ്രോക്കറെ? വീടി എത്തിക്കുന്ന കാര്യമല്ലാന്ന്, മാവ് വെട്ടുന്ന കാര്യ പറഞ്ഞേ. തനിക്ക് തരാൻ ഇവിടെ മാങ്ങയില്ല തേങ്ങയില്ല, പോടോ. അപ്പളേ നമ്മള് പിന്നെ വരാം. മോള് പറ, നമ്മുടെ തറവാടിനും അന്തസ്സിനും യോജിച്ച ആളാണെങ്കിൽ മുത്തശ്ശൻ വേണ്ടത് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്തു, ഒന്നിനും എന്റെ സഹകരണം ഉണ്ടാവില്ല. എങ്കിലിത് മംഗളകരമായിട്ട് നടക്കും. നീ വാടാ. എവിടെ എവിടെ? അതെങ്ങനെ വാടാ. ഇതാരുടെ ഫോട്ടോ? ഇത് സണ്ണിച്ചനല്ലേ? സണ്ണി കുരുവിള. എന്താ മറുപടി പറയാത്തത്? ഇയാൾക്ക് എന്താ പണി? ഇത് തന്നെ കൈനടി. മുഖം കണ്ടറിയില്ലേ? അല്ല, കോച്ചാ, സെന്റ് തെരേസാസിലെ. ഈ കോച്ചിന്റെ പേരെന്താ കൊച്ചെ? സണ്ണി കുരുവിള, പാലയില. അന്യജാതിക്കാരനാണല്ലേ അച്ഛാ? ഇതിന് കൂട്ടുന്നൊക്കെ എന്നെ കിട്ടില്ല. നടക്കാം. എന്റെ പുറത്തോട്ടില്ല, അല്ല അനുപമയുടെ ആ ദുഷ്ടനോടുള്ള ഇഷ്ടത്തിൽ കഷ്ടത്തിലായത് ഞാനാ. നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? പാരഡൈസ് ലോസ്റ്റ്. മോൾ എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. മുത്തശ്ശ, ഒന്നും പറയണ്ട. ഈ മോഹം മറന്നേക്കൂ. നടക്കില്ല ഒരിക്കലും. മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുതെന്ന് മുത്തശ്ശനോട് പറഞ്ഞേക്കൂ. ഞാൻ പറയാം, എന്നാലും വക്കീലിനൊരു കള്ളത്തരം ഫീൽ ചെയ്യുന്നു. എന്ത് കള്ളത്തരം? അല്ല, ബാംഗ്ലൂരിൽ ഇരിക്കുന്ന അനുപമയ്ക്ക് സെന്റ് തെരേസാസിലെ കോച്ചുമായിട്ട് എന്താണ് ഒരു കൊളാബറിക്കേഷൻ? ഐ മീൻ 500 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ്. ഇത് ഇന്റർനെറ്റ് ലവാ. ഓ, പുതിയ കാലഘട്ടത്തിലെ പ്രണയമായിരിക്കും. എന്നാലും ഐ ലവ് ഹിം. ലവ് ഈസ് ബ്ലൈൻഡ്. അവൻ അവളുമായി മുടിഞ്ഞ പ്രേമത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവളെ വേറെ ആമ്പിള്ളേര് കൊണ്ടുപോകും. കൊണ്ട് പോട്ടമേ, ഇനി ആ പെണ്ണിനോട് എനിക്ക് താല്പര്യമേ ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെയും കഴിഞ്ഞുകൂടും. 2 കന്നാലയ്ക്ക് മരുന്ന് കൊടുത്താൽ എന്നാ ഒഴിവാ കിട്ടാനാ? ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ അച്ഛൻ നാട്ടുകാരെ കുളിപ്പിക്കാൻ നോക്കി തീർത്തില്ലേ? കുളിപ്പീര് കമ്പനി അല്ലല്ലോ, സോപ്പ് കമ്പനി അല്ലേ നിന്റെ അച്ഛൻ തുടങ്ങിയത്? ആ സോപ്പ് ഉപയോഗിച്ച് ആരും കുളിച്ചില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? നീ അനുപമയെ കല്യാണം കഴിച്ചിട്ട് വേണം ആ അടച്ചിട്ടിരിക്കുന്ന സോപ്പ് കമ്പനി തുറക്കാനെന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ. അറ്റ കയ്യാ, അവസാനത്തെ കയ്യാ. ആ. എന്നാലും വേണ്ടിയില്ല, ഞാൻ ആലോചിച്ചിട്ട് വേറെ വഴിയില്ല. എന്റെ ആങ്ങളെ വരുത്താം. വിക്രമനെയോ? അമ്മാവനിപ്പോ ജയിലിലല്ലേ? അവൻ ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങി. ഭൂമിദേവി രക്ഷിക്കണേ. അയ്യോ, വീടല്ലേ? ഇപ്പൊ വീണനെ. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? അളിയനൊന്നും പറയണ്ട, എല്ലാ വിവരവും പെങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ കോച്ചിന്റെ ഫോട്ടോ തന്നാ മതി. കൈയും കാലും തലി ഒടിച്ച പോലെ വെട്ടിക്കളയണം, എങ്കിലേ പ്രേമം ഇല്ലാണ്ടാവും. ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ചിലപ്പോ ഓടിക്കും, ചിലപ്പോ വെട്ടും, ചിലപ്പോ തട്ടും. അച്ഛാ, കൊല്ലാൻ പറ്റിയ ഫേസ്.
ആ തലേ കുത്തേ കള്ള കഴുതയുടെ മോനെ. നിന്റെ ആരെങ്കിലും ആന്നോടി ഇത്? എങ്കിൽ ദാണ്ടല്ല അങ്ങാട് പോ. വിടടാ അവളെ. എന്നോടാന്നോ? അതേടാ നിന്നോട് തന്നെ. നീ സ്പോർട്സിന്റെ കോച്ചല്ല, ആ? ഇത്തരം ചില ഇടപാടുകളുടെ കോച്ചാണെന്ന് അവളറിയില്ല. ഏതവള്? അപ്പൊ എത്ര പെണ്ണുങ്ങളുണ്ട് ഇപ്പൊ കസ്റ്റഡിയിൽ? ഇവിടെ 10 പിന്നെ 2 സ്റ്റാൻഡ് ബൈ ഒക്കെ ചേർത്ത് 12. അല്ല താൻ ആരാവൂ ഏതൊക്കെ ചോദിക്കാൻ? വിക്രമൻ, വിക്രം ദാദാഭായ്, ഛോട്ടാ രാജ് का दोस्त. ഇവിടെ നിന്റെ അനുപമയുടെ അമ്മ അവന്റെ അളിയൻ. ഏതനുഭവം? ഇവനോട് പൂച്ചോ? പൂച്ചന്റെ മറ്റേ കർത്താവാണ് എനിക്ക് അറിയില്ല കേട്ടോ. അനുപമയും ഇവനും തമ്മിൽ ഒടുക്കത്ത മുഖപത്ത ബാംഗ്ലൂരിൽ വെച്ച് നീ നിൽക്കുന്നുണ്ട് ഇവൻ ഉരുണ്ട് കളിക്കുക. ഇവന്റെ ഉദ്ദേശം മറ്റേതാ. തെളിവുണ്ട് എന്റെ കയ്യിൽ. ഇതാരാ? ഏ കോൻ ഹേ? അതിയാനാ ഇത് അനുപമയുടെ പെട്ടിയിൽ കിട്ടിയതാ. അൽഫോൺസ ഞാൻ പറയുന്നത് കേട്ടോ. കർത്താവാണ് എനിക്ക് അറിയില്ല. ആ കോച്ചേ, ഞാൻ നിന്റെ കാല് പിടിക്കാൻ വന്നാണല്ലേ? തല്ലി ഓടിക്കാൻ വന്നതാണ്. കാലെടുത്ത് ഭിത്തിയിൽ ഉയർത്തി വെക്ക്. എന്നാത്തിനാ? എന്നാലേ കറക്റ്റ് ആയിട്ട് ഒടിയൂ. ആ എടാ ഉവേ, എന്നാ അതിലും കറക്റ്റ് ആയിട്ട് ഞാൻ ഓടിച്ച് കാണിച്ചു തരടാ. നിന്റെ ദാദ എന്റെ ജീവിതാ പോയത്. എടാ പട്ടി, ഞാൻ കെട്ടാൻ പോണ പെണ്ണിനെയാ അതെ നീ പിണക്കി ഓടിച്ചത്. ഓ, മോളെ സോറി ഉണ്ട് കേട്ടോ. ഇനി അങ്ങനെ ഉണ്ടാകുകയല്ല. പോടാ കോച്ചേ. കണ്ടോ? അവൻ ബോംബെ ദാദാ തന്നെയാ. ശവവുമായിട്ടാ വന്നിരിക്കുന്നേ. ഞാൻ ആ കോച്ചിനെ കണ്ടു. അത് ഈ കോലം കണ്ടപ്പോ മനസ്സിലായി. നിങ്ങൾക്കറിയോ, ഞാൻ അവിടെ ചെല്ലുമ്പോ ആ കോച്ച് വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചോണ്ട് നിക്കുക. അത് കണ്ടതും എന്റെ നിയന്ത്രണം വിട്ടു. ആ പെണ്ണിനെ കണ്ടപ്പോഴോ? അതല്ല, ഇവിടത്തെ പെണ്ണിന്റെ പേരും പറഞ്ഞ് അവിടെ ഒരു ജഗ. എന്നിട്ട് എന്താവാൻ? അവൻ ഇവന്റെ കാലും കൈയും തല്ലി ഒടിച്ചു വിട്ടു, അത്ര തന്നെ. വിക്രമനോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഞാനാ. ഈ തറവാടിന്റെ മാനങ്ങളെ അറിയിക്കാൻ. ഈ കാര്യത്തിൽ അനന്തരം ഞാൻ പിന്താങ്ങും. താങ്ങ് പിന്നെന്നുള്ള താങ്ങ് തനിക്ക് ഇനിയും പ്രതീക്ഷിക്കാം. കേറിപ്പോ. അയ്യോ ബോംബെ കഷ്ടം. കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് എന്റെ പ്രതീക്ഷ സഫലമാവല്ലേ ലാലേട്ടാ? എന്റെ പ്രതീക്ഷ സഫലമാവും. ആ പ്രതീക്ഷ അപ്രതീക്ഷിതമാക്കാൻ ഞാൻ ഇനി ജോലിക്കും പോണില്ല. പാവം മൃഗങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു. ഇവന്റെ ജോലി ലാലേട്ടന്റെ വക്കീൽ പണി പോലെയാ. ഫുൾ ടൈം ഈച്ചയാട്ടിക്കൊണ്ടിരിക്കുക അവിടെ. നീ അവനിട്ട് പണിഞ്ഞിട്ട് എനിക്കിട്ട് കേട്ടരുത്. എടാ, രണ്ടുപേരും കൂടി തമ്മിൽ തല്ലി ചാകാതെ എങ്ങനെയെങ്കിലും അനുപമയെ കോർണർ ചെയ്യാൻ നോക്ക്.